കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയുടെ വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂടിനെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്നും നഷ്ടപ്പെടുകയാണ്. വലത് കരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപാത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയരുത്. സ്വർഗത്തെ കൊണ്ട് ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറത്തുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ തുടരെ നമ്മൾ ധ്യാനിച്ചത് ഈശോയുടെ മലയിലെ പ്രസംഗമാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സർവേ അനുസരിച്ച് ലോക ജനതയുടെ 70% ആളുകൾ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ പറ്റി. അതായത് 580 കോടിയോളം ആളുകൾ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് മൊബൈൽ ഫോണൊക്കെ വന്ന സമയത്ത് അതുകൊണ്ട് ഫോൺ വിളിക്കാനും ചെറിയ ഗെയിംസൊക്കെ കളിക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് എടുത്ത് പട്ടിക്കെട്ടൊക്കെ എറിയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതല്ലാതെ അതിനൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. ഒത്തിരിയേറെ എല്ലാവരും സ്മാർട്ട് ഫോൺസിലേക്കൊക്കെ മാറാൻ തുടങ്ങി. ഇതിൻ്റെ ഒരു പ്രവർത്തനം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയറിലൂടെയാണ് ഈ സ്മാർട്ട് ഫോൺസ് കൂടുതൽ വർക്ക് ചെയ്യുക. ഗൂഗിളിനാണെങ്കിൽ ആൻഡ്രോയിഡ്, അല്ലെങ്കിൽ ഐഫോൺസിനൊക്കെ ആണെങ്കിൽ ആപ്പിളിൻ്റെ ആണെങ്കിൽ iOS സോഫ്റ്റ്വെയറാണ്. ഇതിനിടയ്ക്കിടയ്ക്ക് ഈ കമ്പനികൾ ഒരു അപ്ഡേഷൻ നൽകാറുണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫോൺ കുറച്ചും കൂടെ സ്മൂത്ത് ആകും, ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടാകും, ഒത്തിരിയേറെ ഫീച്ചേഴ്സൊക്കെ കിട്ടും.
ഇതൊക്കെ ഈ ഒരു ഫോൺസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലൊരു അപ്ഡേഷനെ കുറിച്ച് ഇന്ന് ഈശോ വചനത്തിൽ നമ്മളോട് പറയുകയാണ്. അതായത് പഴയ നിയമത്തിലെ മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതാണ്, പക്ഷെ അത് അസാധുവാക്കുവാനല്ല, അതിനെ പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു വ്യക്തത നൽകുന്ന ഈശോയെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. അതായത് ഇതിനെല്ലാം ഒരു പുതിയ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ പറയുന്നത്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് പഴയ നിയമത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം ഒരു പുതിയ വ്യാഖ്യാനം നിയമത്തിൽ നൽകുകയാണ്. അതായത് സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ പോരാ, ഇതിനപ്പുറത്ത് ഉയർന്ന് നമ്മൾ ചിന്തിക്കണമെന്നുള്ളത് ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈശോ പറയുകയാണ്, കൊല്ലരുത് എന്നുള്ളത് ശാരീരികമായി കൊല്ലുന്നതിനെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ സഹോദരനോട് കോപിക്കുന്നതും അവനുമായിട്ട് രമ്യതപ്പെടാതിരിക്കുന്നതുമൊക്കെ ഈ കൊല്ലരുത് എന്ന പാപത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ഈ ഒരു വചനത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഈശോ, അതായത് അത്രമാത്രം ഒരു ക്രെഡിബിലിറ്റി, ആധികാരികതയോടെ നമ്മുടെ ജീവിതങ്ങൾ ആയിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആന്തരിക വിശുദ്ധിയെക്കുറിച്ചായിക്കോട്ടെ, നമ്മുടെ വാക്കുകളും പെരുമാറ്റത്തെക്കുറിച്ചായിക്കോട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ അതെ അതെ അല്ല, അല്ലെങ്കിൽ അല്ല അല്ല എന്നായിരിക്കും. അതായത് അത്രമാത്രം ഒരു ക്ലാരിറ്റിയോടെ നമ്മുടെ ജീവിതങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈ വചന വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. കൊല്ലരുത് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ തെറ്റായ ചിന്തകളിൽ വീണ്ടുപോയി അടിമപ്പെട്ടു പോകരുത് എന്നുള്ളതൊക്കെ ഈശോ പുതിയ വ്യാഖ്യാനം തരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കാം. ഒത്തിരിയേറെ ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ്, ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഇത് പാലിക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുക. ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പലതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പൗലോസ്ലീഹായ്ക്കും ഇതേ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്നാമത്തെ വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതായത് നമ്മുടെ മുമ്പിൽ ഈ രണ്ട് കാര്യങ്ങളും വെച്ച്, മരണവും ജീവനുമൊക്കെ ദൈവം വെച്ച് നീട്ടിയിട്ട് ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്: മനസ്സ് വെച്ചാൽ നിനക്ക് ഇത് പാലിക്കാൻ പറ്റും. നമ്മൾ വായിച്ചു കേട്ട പ്രതിവചന സങ്കീർത്തനത്തിലും കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയും. കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി അതിനെ ധ്യാനിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിത ശൈലിയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ജീവിതം സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു മനസ്സിനോട് ചേർന്നാണ് നമ്മൾ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യം, എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുക? ഈശോ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ആദിമസഭയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പരസ്പരമുള്ള സ്നേഹമായിരുന്നു ക്രിസ്ത്യാനികളുടെ ഒരു ഐഡൻറ്റിറ്റി. ഇന്ന് നമ്മളെയൊക്കെ നോക്കിയിട്ട് ആളുകൾ എന്തായിരിക്കും പറയുക? നമ്മുടെ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ടാണോ ആളുകൾ പറയുന്നത് നീ ഇവരൊരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഇവളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, പരസ്പരം രമ്യതപ്പെടുന്ന കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു നിലപാടുകൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഈശോ പുതിയ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമാണ്: ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും, അത് പക്ഷേ ഒരു മാറ്റവും ഇല്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ ജീവിതങ്ങളും അതുപോലെ സഭയുടെ ജീവിതമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സഭയിൽ തന്നെ വന്നിട്ടുണ്ട്. സഭയിൽ വന്നേക്കുന്നവനും ആരാധനാക്രമത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. പണ്ട് കുർബാന ചൊല്ലിയതുപോലെയല്ല, അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു.
തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിലൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. പക്ഷേ ഇന്നും മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് വചനത്തിൽ നമ്മൾ കാണുക. അതായത് ഇതെല്ലാം പൂർത്തിയാകുവോളം ഒരു മാറ്റം, ദൈവവചനത്തിന് മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി സുവിശേഷകൻ ഈ ഒരു വചനഭാഗം പ്രത്യേകമായി എഴുതുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. അവരൊരു പ്രത്യേകത, യഹൂദ മതത്തിൽ നിന്ന് യേശുവിലേക്കുള്ള വിശ്വാസത്തിൽ കടന്നു വന്നിരുന്നവരോട് പറയുന്നത്, പഴയ നിയമത്തിലെ നിയമങ്ങളൊന്നും റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയല്ല, അതിനെ പൂർത്തീകരിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് ഓരോ ക്രിസ്ത്യാനിയും വളരണമെന്നുള്ള ആഗ്രഹമാണ് ഇന്ന് വചനഭാഗം നമുക്ക് തരുന്ന പ്രധാന സന്ദേശം. നമുക്ക് ഈ ഒരു വലിയ കൃപ നിറയുവാനും ഈ ഒരു വലിയ ബോധ്യങ്ങൾ നിറയുവാനും ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ശക്തമായ നിലപാടുകളോടെ ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.